മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടത്തേക്ക് എത്തും. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം 10:30 മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാമണിക്കൂർ കൂടിയാണ് ഉള്ളത്. മുഖ്യമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് മുതൽ ഏപ്രിൽ മാസം 22-ാം തീയതി വരെയാണ് നടക്കുക. ഏപ്രിൽ മാസം 22-ന് കണ്ണൂരിലാണ് പര്യടനം അവസാനിപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ മണ്ഡലങ്ങളിലും 3 വീതം പരിപാടികളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ഇന്ന് 4 മണിക്ക് അമ്പലത്തറയിലും ഒപ്പം തന്നെ 5 മണിക്ക് പേട്ടയിലുമാണ് അടുത്ത പൊതുസമ്മേളനം നടക്കുക. തിരുവനന്തപുരം മണ്ഡലത്തിലെ കേന്ദ്രങ്ങളിലാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി രംഗത്തെത്തുന്നത്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് LDF-ന്റെ ക്യാമ്പ് നേരത്തെ തന്നെ കടന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതും ഒപ്പം തന്നെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതുമൊക്കെ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റമായി തന്നെയാണ് LDF കാണുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പര്യടനം ഇപ്പോൾ നിലവിൽ വാഹന പര്യടനത്തിലേക്ക് കടന്നിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾ ഒക്കെ ചെയ്തു. നേരത്തെയുള്ള ഒരു വലിയ മുന്നേറ്റം അത് ഇപ്പോൾ പ്രകടമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായ സ്റ്റാർ ക്യാമ്പയിനറായി മുഖ്യമന്ത്രി കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതോടുകൂടി വലിയ ആവേശത്തിലേക്ക് LDF ക്യാമ്പ് നിലവിൽ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ജനാവലി ഓരോ കേന്ദ്രങ്ങളിലും നേരത്തെ തന്നെ CA വിരുദ്ധ സമരത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കാനെത്തുമ്പോൾ ഉണ്ടായ കാഴ്ച കണ്ടതാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ, വർഗീയ നിലപാടുകൾക്കെതിരെ ഉള്ള കൃത്യമായ ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ഈ CA വിരുദ്ധ സമരത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ വർഗീയമായി വേർതിരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഏറ്റവും അവസാനം CA വിജ്ഞാപനം ഉൾപ്പെടെ വിജ്ഞാപനം ഇറക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അതിൽ കേന്ദ്രീകരിച്ചുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ അത് തന്നെയാണ് LDF നേതാക്കളും ആ രീതിയിൽ ഉള്ള പ്രചാരണത്തിന് തന്നെയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് ഈ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ എത്തുന്നത് LDF ക്യാമ്പിൽ വലിയ തരത്തിലുള്ള ആവേശം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.